കുട്ടിക്കാലത്ത് ഫയൽമാനാകണമെന്നാണ് കുട്ടിക്കാർ. പിന്നെ എഴുത്തുകാരനാണെന്ന് ആഗ്രഹിച്ചത്. കാരണം ഞാൻ വൈക്കം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴേ വൈക്കത്തെ അക്ഷണിക്ക് പുസ്തകങ്ങൾ കച്ചവടക്കാർ വരും. അപ്പൊ എന്റെ സ്നേഹിതന്മാരുടെ വീടിന്റെ വരാന്തയിലാണ്ട് കച്ചവടം. അതാ എനിക്കൊരു നോവൽ എടുത്തു തരും വായിക്കാൻ 4 മണിക്ക്. ഞാനത് രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കും. ഞങ്ങളുടെ വീട്ടിലെ അങ്ങേരെന്ന് പറഞ്ഞ ഇൻഡസ്ട്രി നിറ്റോടിക്കുന്ന ശബ്ദം കേട്ടാണ് വായന നടത്തുന്നത്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1982 ഇന്ത്യാ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം വാഴൂർ ഉള്ളായം UP സ്കൂളിൽ നടന്നു. വൈക്കം മുഹമ്മദ് ബഷീറിനെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. ഗോപകുമാർ കങ്ങഴ ബഷീർ ഓർമ്മകൾ പുതുക്കി നൽകിയത് കുട്ടികൾക്ക് അനുഭവമായി മാറി. വാരാഘോഷത്തിന്റെ പരിസമാപ്തിയും അതോടൊപ്പം ബഷീർ അനുസ്മരണവുമാണ്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ കെ ബിനു, വാർഡ് മെമ്പർ ഡെൽമ ജോർജ്, അധ്യാപിക സൂര്യ എസ് നായർ തുടങ്ങിയവരും അനുസ്മരണത്തിൽ പങ്കാളികളായി. ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും പ്രകൃതിയുടെ എല്ലാ പ്രതിഭാസങ്ങളും
കഥകളായി കവിതകളായി നോവലുകളായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യരായ ഏറ്റവും മഹത്വത്തിലായ നമ്മുടെ സാഹിത്യകാരന്മാർ. അവരുടെയൊക്കെ ദിനങ്ങൾ ഇങ്ങനെ ആചരിക്കുമ്പോൾ മാത്രമാണ് അവരുടെയൊക്കെ കൃതികൾ എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൻ്റെ പ്രാധാന്യം നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്നത്. പാത്തുമാരുടെ ആണിന് സ്ത്രീകൾ നടക്കുമ്പോൾ നിങ്ങൾ പാത്തുമാരുടെ ആണിനെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. 30ാമത് അനുസ്മരണം പറഞ്ഞ് വൈക്കം തലയോരപ്പറമ്പിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ഈ സ്കൂൾ മുറ്റത്ത് എത്തിയപ്പോൾ തന്നെ എൻ്റെ മുത്താപ്പൻ്റെ പ്രിയപ്പെട്ട മരമായ മാങ്കോസ്റ്റിൻ മരം കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിനായി ഒരു ദിവസം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.